വിദേശ രാജ്യങ്ങളിൽ പോവാം. സാറിൻ്റെ കൂടെ ഉള്ളൊരു നമ്മളൊരു കൂട്ട്, പിന്നെ സാറിൻ്റെ ഒപ്പമുള്ള ഇപ്പം ഐപ്പണി സാർ വരും, കടമനിട്ട സാർ വരും, അങ്ങനത്തെ ഒരു രീതി ഉണ്ടല്ലോ. വൈകുന്നേരങ്ങളിലുള്ള അവരുടെ പാട്ടുകൾ, സദസ്സ്, നാടകം കഴിഞ്ഞിട്ടുള്ള നാടകത്തെ പറ്റിയുള്ള സംസാരങ്ങൾ, അതൊക്കെ വളരെ ഭയങ്കര പ്രൗഢമായ സദസ്സും വലിയ രീതിയിലുള്ള ഇതൊക്കെ ആയിരുന്നു. കാവാലം സാറിന്റെ ആ ഒരു അനുഭവം ഒന്ന് പറയാമോ, അദ്ദേഹത്തിനൊപ്പമുള്ള? കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞൊക്കെ ഉള്ളതേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുക, അദ്ദേഹത്തിൽ നിന്നും പഠിക്കുക, അദ്ദേഹത്തിന് ആ ഇൻസ്പിറേഷൻ. എനിക്ക് അദ്ദേഹത്തിന്റെ മോഹിനിയാട്ടം പദങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനെനിക്ക് ഇരുന്ന് കരയും, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആ ഒരു ലൈഫിലുണ്ടായ മാറ്റങ്ങളും ചേട്ടൻ എത്രയൊക്കെ രീതിയിൽ ഇൻസ്പിറേഷൻ ഒരുപാട് മാറി. കാരണം നമ്മൾ ഞാൻ ഓട്ടോമോലായിരുന്നു പഠിച്ചത്. പിന്നെ ഈ അവസരത്തിന് വേണ്ടിയുള്ള ഓട്ടങ്ങൾ, കാര്യങ്ങൾ, പിന്നെ അങ്ങനെ ഒരു അടുക്കും ചിട്ട എന്ന് പറഞ്ഞ സംഭവമൊന്നും ആദ്യകാലങ്ങളില്ലായിരുന്നു. ഇവിടെ പോകും, കൂട്ടുകാരുടെ അടുത്ത് പോകും. പക്ഷേ സാറിൻ്റെ ഇവിടെ പോയതിന് ശേഷം നമ്മൾ ആദ്യം ഒന്ന് മിണ്ടിയില്ല. ആദ്യം കുറച്ച് ദിവസം ഞാൻ ആരുടെ സംസാരിച്ചില്ല. കാരണം സംസാരിച്ചാൽ തെറ്റാവോ, എല്ലാം കലാകാരന്മാരെ കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു തെളിമയുണ്ട്. എല്ലാവരും മുഖത്ത് എല്ലാവരും മീശയൊക്കെ എടുത്ത് ജുബയൊക്കെ ഇട്ട്, ഞാനും പിന്നെ പതുക്കെ സാറിൻ്റെ ജുബ ഇട്ട് തുടങ്ങി. പഴയ ജുബയൊക്കെ സാറിൻ്റെ വാങ്ങിച്ചിട്ട് തുടങ്ങി. പക്ഷേ ഫസ്റ്റ് ചെന്ന് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എനിക്ക് 50 രൂപ വന്നത് അരുണ ചേട്ടനാണ്. അരുണ ചേട്ടൻ പൈസ 1 രൂപ തൊട്ട് എൻ്റെ ഉണ്ടായിരുന്നു. ഒരു 51 രൂപ ദക്ഷിണ വെച്ചിട്ട് അന്ന് പൂജ വയ്പ്പൻ്റെ അന്ന് അപ്പോൾ സാറിനെ കണ്ടുടനെ കാല് തൊട്ട് തൊഴണമെന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇന്ന ഒരാളെ കൊണ്ടുവരുമെന്ന്. അങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന് എടുക്കാത്തൊന്നുമില്ല. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സാറ് സ്റ്റെപ്പ് കയറി വന്നത് ഞാൻ ഈ വെറ്റെടുത്ത് കാലിൽ വെച്ച് തൊട്ട് തൊഴുത്. അപ്പോൾ സാറ് ആരാ ചോദിച്ചു. അപ്പോൾ സാർ ഇന്നലെ പറഞ്ഞ ബിജു. ഇനിയിപ്പോൾ എടുക്കാതിരിക്കാൻ പറ്റില്ല, തൊഴുതും പോയെന്ന് സാർ പറഞ്ഞു. പിന്നെ ഹാർമോണിയം എടുത്ത് വെച്ചിട്ട് സാറ് സാപ്പാസാ പഠിപ്പിച്ചു. പക്ഷെ ഇതൊക്കെ ഞാൻ അരുണാചലിന്റെ വീട്ടിൽ പോയിട്ട് എനിക്കിതെല്ലാം അറിയാം, ജയിച്ചിട്ടാ പോയത്. പിന്നെ ഒരു ഹോംവർക്ക് ഒക്കെ നടത്തിയിട്ടാണ് പോയത്. പിന്നെ ഒരു ചൊല്ല് തെയ്യുമതത്തൈ എന്നുള്ളൊരു സംഭവം അത് ചവിട്ടിപ്പിച്ച് അത് ഞാൻ പഠിച്ചിട്ട് അപ്പൊ പുള്ളി ചെയ്യുന്നുണ്ടല്ലോ എന്ന് സാർ ഇങ്ങനെ പെട്ടെന്ന്. അപ്പൊ മറ്റേ എന്റെ കൂടെ ശിവനൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ എന്നെ ഒരിക്കലും ചെയ്യാൻ പോകണ്ടവൻ. ഡാൻസിന്റെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നോ പണ്ട് ചേച്ചി പഠിക്കാൻ പോയപ്പോ ഞാൻ കൂടെ പോയിട്ടുണ്ട്. അല്ലാതെ അങ്ങനെ ഒരു താളം ബോധം ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും പുള്ളി. പിന്നെ അപ്പൊ കുഴപ്പമില്ല അല്ലേ, പുള്ളി നമ്മളെ കൂടെ അങ്ങ് കൂടിക്കോളും. ഭാഷയാണ് സാറിന്റെ, നമ്മളെ കൂടെ അങ്ങ് കൂടിക്കോളും എന്ന് പറഞ്ഞു. അന്ന് ഫസ്റ്റ് ട്രിപ്പ് ഉജ്ജയിനിയായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു ഉജ്ജയിനിയിൽ ഒരു ഉണ്ട് കേട്ടോ, ഒരു വേഷം തരാം, ശാരംഗരവരൻ ശകുന്തളത്തില്. ആദ്യമായിട്ട് ലോങ് പോവുക. ട്രെയിന് കൊല്ലം വരെ വന്നിട്ടുള്ളൂ. അങ്ങനെ ലോങ്. പിന്നെ അടുത്തത് അവിടെ വെച്ച് തന്നെ അടുത്ത വേഷം ചെയ്തതുകൊണ്ട് സാർ പറഞ്ഞു കൊറിയയിലൊരു ട്രിപ്പുണ്ട് സിയോളിൽ, അവിടെ മധ്യമനായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴീ മധ്യമന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഉള്ള എല്ലാവരും മധ്യമൻ ചെയ്ത എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ മദ്യവൻ വേണിച്ചേട്ടൻ ഗോചരൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മദ്യം കിട്ടി കഴിഞ്ഞാൽ രക്ഷപ്പെടും. അങ്ങനെ രസകരം. പിന്നെ സാറിന് എപ്പോഴും പുസ്തകങ്ങൾ വായിക്കാൻ പറയും. ലൈബ്രറിയിൽ പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്, വായിക്കാൻ പറയും. പിന്നെ പുസ്തകം വായിച്ചില്ലെങ്കിലും സാറിൻ്റെ കൂടെ നടന്നാൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു രീതിയും കൂടെ നമുക്ക് കിട്ടും. സാറിൻ്റെ രീതി വേറെ ആയിരുന്നു. ഞാൻ ചോദിച്ചു സാറ് പണ്ടത്തെ കാലത്ത് ഓണം എങ്ങനെയാണ് സാറിന് ചോദിച്ചു. സാറോ എന്നും ഓണമായിരുന്നല്ലോ. സാർ ആയിരപ്പറ അല്ലേ അവിടുത്തെ ജമ്മിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കെന്നും ഓണം. ഒരു സൈഡ് തെങ്ങ് കുറ്റി ഒരു പുറത്ത് വിട്ട് എല്ലാം നശിപ്പിച്ച് നാടകം വെച്ച് സാറ് പറയും എല്ലാം പോയി നാടകം ചെയ്ത് തന്നെ പോയെന്ന് പറയും. നാടകത്തിന് സാറ് മരിക്കണ ആ സമയത്ത് ഞാനിവിടെ ശ്രീനിവാസനെ പറഞ്ഞു സാറേ ഞാൻ മരിക്കുക എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ അപ്പം തന്നെ പോകുമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് യാദൃശ്യമായിട്ട് ഇവിടെ നമ്മൾ അന്നത്തെ എപ്പിസോഡെന്ന് പറഞ്ഞാൽ സാറിൻ്റെ എപ്പിസോഡായിരുന്നു. സാറിൻ്റെ പാട്ടുകൾ കുട്ടികൾ ചോദിക്കും അച്ഛാ കവല സാർ ഇങ്ങനെ ആരായിരുന്നു, ഞാൻ നാടകത്തിൻ്റെ ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഈ പാളയിലിട്ട് വലിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് മിന്നു മിന്നി മിന്നി മിന്നാ മിനുങ്ങ് വന്നതിലേ എന്നുള്ള പാട്ട് പാടി വൈകുന്നേരം മരിക്കുന്നതാണ്. പിന്നെ അപ്പം തന്നെ പോയി അത് ഞാൻ തന്നെ എനിക്ക് ആ ബോഡി ഞാൻ തന്നെ കുളിപ്പിക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായി. ഞാൻ തന്നെ പോയിട്ട് അങ്ങനെ ഈ ഒരു എന്താ പറയാ പാറുവിനെ സംബന്ധിച്ചോളം ജനിച്ചു വീണതേ ഒരു സിനിമ സെറ്റ്. നമ്മളൊക്കെ വലുതായി കഴിഞ്ഞ് എത്രയോ പ്രായം കഴിഞ്ഞിട്ടാണ് ഒരു സെറ്റിൽ ജനിച്ചു വീഴുന്നതേ സെറ്റിൽ 4 മാസത്തിൽ വന്നതല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, നമ്മുടെ ചേട്ടന് ശരിക്കുള്ള ഒരു മോളാണ്, പക്ഷെ നിറയെ കുട്ടികളുള്ള ഒരു ഫീൽ തന്നെയല്ലേ. കേശു ഉണ്ടല്ലോ പതുക്കെ വളർന്നു വലുതായി, എല്ലാവരും മീശയൊക്കെ വന്ന് കേശുവിന്റെ സൗണ്ട് മാറി. ഒരു ഭയങ്കര ഒരു ചേട്ടന ഈ റിയൽ ലൈഫിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി കൂടുതൽ ഫീൽ ചെയ്യാറുണ്ടോ? അതായത് മക്കളൊക്കെ വളർന്നു തോന്നുമല്ലോ സാധാരണ നമുക്ക് അത്. അപ്പൊ ഈ കുട്ടികള് വളർന്നു വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരോടുള്ള ഒരു സമീപനം നമ്മൾ
കോ ആർട്ടിസ്റ്റുകൾ എന്നുള്ള സ്റ്റേജ് കഴിഞ്ഞ് മാറി. അപ്പം ഇവരുടെ ഒരു വളർന്നു വരുന്ന സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾ ഇടപെടാറുണ്ടോ? അല്ലാത്ത സമയത്ത് എല്ലാ കാര്യങ്ങളും ഇടപെടാറില്ല. ഇപ്പം എൻ്റെ മോളെ കാര്യത്തിന് ഞാൻ ഇടപെടാറില്ല. പലരും ഇപ്പം ഞാൻ മൊബൈൽ വാങ്ങിച്ചു, ഞാൻ മൊബൈൽ പിടിച്ച് നോക്കാറില്ല. പഠിക്കണം എപ്പോഴും പറയാറില്ല. എത്ര ആരോഗ്യം നോക്കാൻ ഞാൻ പറയും. അത് ഈ പിള്ളേർക്കും പറയും. ഈ സമയത്ത് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് നോക്കുക എന്ന്. കാരണം അതുകൊണ്ടെങ്കിൽ എല്ലാം ഉള്ളൂ. അപ്പം മോളെടുത്തും അങ്ങനെ തന്നെ, അതേസമയം എല്ലാവരുടെ അടുത്തും ഒരുപോലെ. മോള് പണ്ടൊക്കെ ഭയങ്കര എടുക്കണം, കേശുവിനൊക്കെ എടുക്കണം, എന്നെ എടുക്കണം എന്ന് പറയുന്നത്. കേശുവിൽ എടുക്കണം എന്നൊക്കെ പറയും. എന്നെ എടുക്ക്, കേശുവിൽ എടുത്തില്ലേ എന്നൊക്കെ പറയുള്ളൂ. അപ്പൊ മോള് അഭിനയിക്കാനായിട്ട് വന്നിട്ടുണ്ട്. മോള് വല്യച്ചാന്ന് വിളിക്കേണ്ടി വന്നു അല്ലേ? അതെ, അവള് ഭയങ്കര താല്പര്യം അഭിനയിക്കാൻ. അയ്യോ, ഞാൻ കൊച്ചിലെ പോലെ ഞാൻ റിഹേഴ്സലിൽ പോകുമ്പോഴേ ഇവളെ കൊണ്ടുപോകും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നാടകങ്ങളൊക്കെ കണ്ട്, പണ്ട് സംസ്കൃത ഡയലോഗ് കാണാതെ പറയുമായിരുന്നു ഇവള്. പിന്നെ ഇപ്പോഴും അഭിനയിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, അഭിനയിക്കാൻ. ഞാൻ പറഞ്ഞ പഠിത്തമൊക്കെ കഴിയിട്ട്, അങ്ങനെ പറയണത് മോശമാണ്, പഠിത്തം കഴിച്ചിട്ട് എന്താവാൻ, അങ്ങനെയൊന്നുമില്ല. നല്ലൊരു ബേസിക് അങ്ങനെ കാര്യം. ഇപ്പോൾ നമ്മൾക്കിപ്പം ബേസിക് ആയിട്ടുള്ള നോളജ് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചല്ല. ഞാൻ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയതുകൊണ്ട്, കാവലസ്ഥാനോട് നിന്നുകൊണ്ട്, ഈ കണ്ടും കേട്ട് ലോകപരിചയമൊക്കെ ആയതുകൊണ്ടുള്ള കുറച്ച് അറിവ് എനിക്ക് കിട്ടിയതുകൊണ്ട് എനിക്ക് ജീവിക്കാനുള്ളൊരു അത് കിട്ടിയതുകൊണ്ട് ഒരു കഥാപാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇപ്പം ഇല്ലായ്മയും അവന് വയ്യാതെ വല്ലായ്മയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിലൂടെയാണ്. ഈ കുട്ടികൾ ഇനിയിപ്പോൾ ആരും 20 വർഷമൊന്നും പോയിട്ട് നാടകത്തിൽ പരിചയപ്പെടാനൊന്നും പോകണില്ല. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെയും വായനയിലൂടെയും കിട്ടുന്ന അറിവ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ നിൽക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഠിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കണ്ണൻ ചേട്ടനുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത് അല്ലേ? കണ്ണൻ്റെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയണത്. ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോപാനത്തിലെ മോഹിനിയാട്ടം ചെയ്യുന്നൊരു ഗോപി വർമ്മ അറിയാമല്ലോ, നമ്മുടെ കവടി. അപ്പോൾ അവരാണ് ഇവിടെ എന്നെ എത്തിച്ചത്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ നിന്നാൽ മതിയോ, എന്തെങ്കിലുമൊക്കെ പുറത്ത് ചെയ്യണ്ടേ അവർക്ക്? ഞാൻ പറയാൻ നമുക്കങ്ങനെ പരിചയം, നമ്മൾ ഇതിൻ്റെ അകത്ത് കിടക്കുകയല്ലേ. അപ്പോഴൊരു കാര്യം ചെയ്ത് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുന്നു പറഞ്ഞാൽ ഏഷ്യാനിലെ ഷായിച്ചേട്ടൻ, ക്യാമറ ഷായിച്ചേട്ടനെ, പിന്നെ ഷായിച്ചേട്ടനെ ശിവകുമാർജി പരിചയപ്പെടുത്തുന്നു. ശിവകുമാർജിക്ക് കവടിയാറിലുള്ളൊരു സിനിമയൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളും നിരൂപണം ചെയ്യുന്ന ഒരാളുമാണ് ശിവകുമാർജി. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം കൂട്ടിലേക്ക് അദ്ദേഹത്തിന് ഒരു 8 അവാർഡ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹമാണ് എന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ നാച്ചുറലായിട്ട് ഇപ്പം ചെയ്യണമെന്ന് പറയുന്ന സംഭവം. അങ്ങനെ പുള്ളി ആദ്യം ഒരു ഡയലോഗ് വന്നിട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ നാടകക്കാരനാണല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു 2 മാർക്ക് തരാം, പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം, ഇനി ചാൻസ് ചോദിച്ചു ആരുടെ അടുത്തും പോകരുത്, കാരണം വേറെ ആൾക്കോ കിട്ടാനുള്ള ചാൻസ് ബിജു തട്ടിച്ചെടുത്തിട്ട് ബിജു കുളമാക്കും, അതുകൊണ്ട് അവരെങ്ങനെ രക്ഷപ്പെട്ടു. പുള്ളി അതാ പറഞ്ഞത്, സത്യം. അവർ 2 മാർക്ക് ഞാൻ തരാം, അല്ലാതെ ഇത് ബിജുവിന്, കാരണം നാടകത്തിൻ്റെ അകത്തായി പോയി, ബിജു തിരിയുന്നത് പോലും കണ്ടിങ്ങനെയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ബിജു? അപ്പം പിന്നെ അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ.